സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് കാണുന്നു. അപ്പം ബാലൻ എന്ന് പറയുമ്പോൾ ഒരു യൗവനക്കാരൻ തൻ്റെ ജീവിതത്തെ എങ്ങനെ ശുദ്ധീകരിക്കും എന്ന് കാണുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ യൗവനക്കാർ അവർ തങ്ങളെ താൻ ചെയ്യുന്നത് നല്ലതെന്നും വിശുദ്ധമെന്നും അവർ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെന്നാണ് അവരുടെ വിചാരം. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഒരു ബാലൻ തൻ്റെ ജീവിതത്തെ എങ്ങനെ ശുദ്ധീകരിക്കും, എങ്ങനെ ദൈവത്തിലേക്ക് തിരിക്കുമെന്ന് കേട്ടാൽ ദൈവവചനപ്രകാരം തന്നെയാണ്. ഇന്ന് അനേക യൗവനക്കാർ ഇന്ന് മൊബൈലിന് അടിമയായതുകൊണ്ട് മൊബൈലിൽ എന്ത് പറയുന്നോ അത് തങ്ങളുടെ ജീവിതത്തിൽ അതിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് വഴിയിൽ തന്നെ നടക്കുവാൻ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡ്രസ്സ് ധാരണയിലായാലും തങ്ങളുടെ സംസാരങ്ങളിലായാലും പെരുമാറ്റങ്ങളിലായാലും അതങ്ങനെയാണ്. ബൈബിൾ പറയുന്നു മദ്യം ഉപയോഗിക്കരുതെന്ന് പറയുന്നു. പക്ഷേ ഇവരാണെങ്കിൽ മദ്യവും മയക്കുമരുന്നിനും അടിമയായി അങ്ങനെ ഒരു കണ്ണും ചുരുവി അങ്ങനെ ഒരു ലാത്തി നടക്കുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ വിചാരിക്കുകയാണ്. അതേപോലെ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നു, കൊല ചെയ്യരുതെന്ന് പറയുന്നു, കള്ളം പറയരുത്, കള്ളസാക്ഷി പറയരുതെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നാം ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് നടക്കേണ്ട ഒരു ശുദ്ധമായ പാത തെളിഞ്ഞു വരുന്നത്. പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ട് അല്ലെങ്കിൽ ഒരു പാതയ്ക്കൊരു ദീപമായിട്ടിരിക്കുന്നത് ഈ വചനമാണ്. ആ വചനം വായിക്കുകയും ഗ്രഹിക്കുകയും അതിൻ വണ്ണം നടക്കുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.